നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം, അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ എനക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. കാരണം ഈ സ്ഥാപനത്തിന്റെ സാമ്പത്തികമായ മേന്മയാണത് എടുത്തു കാണിക്കുന്നത്. ആ വാങ്ങിയ പണം എന്തിനുപയോഗിക്കുന്നു അത് കൃത്യമായി സ്റ്റേറ്റ്മെന്റായി കൊടുക്കണം റിസർവ് ബാങ്കിന്. ഓരോ ഘട്ടത്തിലും അത് ചെയ്തിട്ടുണ്ട്. എല്ലാ പണവും ചെലവിട്ട് കഴിഞ്ഞു. ആ വാങ്ങിയ പണം ചെലവിടൽ മാത്രമല്ല, വാങ്ങിയ പണം തിരിച്ചടക്കേണ്ടതുണ്ട്. ഒരു പൈ കുറയാതെ മുഴുവൻ തിരിച്ചടച്ചും കഴിഞ്ഞു. അതും റിസർവ് ബാങ്കിനറിയാം. റിസർവ് ബാങ്കിന്റെ മുന്നിൽ ഒരു വീഴ്ചയുമില്ല. ഏത് അടിസ്ഥാനത്തിലാണ് വീഴ്ച എന്ന് ED കണ്ടെത്തുന്നത്? ഇതല്ലേ കാണേണ്ടത്. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായുള്ള രീതികളാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസി എന്ന് പറയുമ്പോൾ ആ അന്വേഷണ ഏജൻസികൾ പാലിക്കേണ്ട സാധാരണ നിലയിലുള്ള നിയമപരമായ വ്യവസ്ഥകളുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ ഒരു അന്വേഷണ ഏജൻസിക്കും കഴിയില്ല, പാടില്ലാത്തതാണ്. പക്ഷേ RSS നിയന്ത്രിക്കുന്ന BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന് കീഴിലെ അന്വേഷണ ഏജൻസികളാകുമ്പോൾ തങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്നതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇപ്പോ നമ്മുടെ പല ആളുകളെയും ED മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിക്കുന്നില്ലേ? മൊഴിയെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ എത്ര മണിക്കൂറാണ് നിർത്തുന്നത്? സാധാരണ നിലക്ക് ആ മൊഴിയെടുപ്പ് നടക്കാതെ അവിടെ ഇരിക്കുകയാണ്. നേരത്തെ പാർലമെന്റ് അംഗമായിരുന്ന ഒരാളെ ഇതിനിടക്ക് വിളിക്കുകയുണ്ടായി. ഒന്നും മറച്ചു വെക്കാനില്ലല്ലോ, ചെല്ലുന്നതിന് പ്രശ്നമില്ലല്ലോ. ചെന്നാൽ എന്തെങ്കിലും പറയണ്ടേ, എന്തെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കാനില്ല. അപ്പോ അവിടെ ഇരിക്കുകയാണ്. എത്ര മണിക്കൂർ? 1, 2, 3, 4, 5 മണിക്കൂറല്ല, മണിക്കൂറുകൾ ഇങ്ങനെ പോകുന്നു. ഒരു സമൂഹത്തിലെ പ്രധാനപ്പെട്ടൊരു വ്യക്തിയെ വിളിച്ചു വരുത്തി അപമാനിക്കലല്ലേ ഇത്? വിവരമറിയാനാണെങ്കിൽ ആ വിവരങ്ങൾ ചോദിക്കല്ലേ വേണ്ടത്? വിവരങ്ങൾ ചോദിക്കാതെ അവിടെ ഇരുത്തി ഒന്നും പറയാതിരിക്കുക. അവിടെയാണെങ്കിൽ ഫോൺ സാധാരണഗതിയിൽ അയാൾ ഉപയോഗിക്കില്ല. അതിനകത്ത് വായിക്കാൻ മറ്റ് സംവിധാനങ്ങളില്ല, ന്യൂസ് കാണാൻ മറ്റെന്തെങ്കിലും സംവിധാനമില്ല. ഒരു മനുഷ്യൻ ഒറ്റക്ക് ഒരു മുറിയിൽ മണിക്കൂറുകളോളം ഇരുന്നാൽ എന്തായിരിക്കും സ്ഥിതി? അയാൾ പറഞ്ഞു കേട്ടത് ഞാൻ ലേശം ഉറങ്ങിയെന്നാണ്. വേറെ എന്ത് ചെയ്യും? ഇരുന്നുറങ്ങുക എന്നുള്ളത് അല്ലാതെ വേറെ എന്ത് ചെയ്യും? അത് രാഷ്ട്രീയക്കാരനായ ആളായതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ വിളിക്കുന്ന രീതി നോക്കണം. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ അന്വേഷണ ഏജൻസികൾ പെരുമാറേണ്ടത്? ഈ രീതിയിലാണോ സാധാരണഗതിയിൽ നിയമവ്യവസ്ഥ നടക്കേണ്ടത്? നമ്മുടെ രാജ്യം നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ? അവിടെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ അന്വേഷണ ഏജൻസികൾക്ക് നടത്താൻ
അധികാരമുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? എത്ര മണിക്കൂറാണ്? ചിലരെ രാത്രി വൈകുന്നവരെ ഇരുത്തുകയാണ്. ഇപ്പോ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയെ വിളിച്ചിട്ട് എന്താണ് ചോദിക്കാനുള്ളത്? ചോദിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയല്ലോ. പക്ഷേ ചോദ്യമില്ല. അവിടെ ഇരുത്തുകയാണ്, രാത്രി വൈകുന്നവരെ ഇരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾക്ക് CPIM-നെയും മറ്റും എതിർക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് നല്ല ഹരം. ഇത്ര മണിക്കൂറായി, ഇവിടെ തുടരുന്നു, എന്താണ് സംഭവിക്കുക എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ വക വാർത്തകൾ. ഈ പറയുന്ന ശരിയില്ലായ്മയെക്കുറിച്ച് അരയക്ഷരം അവരാരും പറയില്ല. നമ്മളിതൊരു ജനാധിപത്യ രാഷ്ട്രമാണല്ലോ, നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന രാഷ്ട്രമാണല്ലോ. ആ നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ നിയമത്തിന് വിധേയമായല്ലേ കാര്യങ്ങൾ നടത്തേണ്ടത്? രാത്രി വൈകുന്നവരെ ആളിരുത്തലാണോ? അദ്ദേഹത്തെ രാത്രി വൈകിയല്ലേ വിട്ടത്? ചില കേസിൽ രാത്രി മുഴുവൻ ഇരുത്തിയെന്നാണ് കേൾക്കുന്നത്. ചില വാർത്തകൾ അങ്ങനെ കാണുന്നുണ്ട്. പിറ്റേ ദിവസം വിടുന്നു. ഏതെങ്കിലും നിയമവ്യവസ്ഥ അതിന് അധികാരം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇതല്ലേ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇത്തരം കാര്യങ്ങളെ സ്വാഭാവികമായും നമ്മുടെ രാജ്യം അംഗീകരിക്കില്ല എന്നാണ് നാം കാണേണ്ടത്. ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് വല്ലാത്ത പ്രയാസം. അദ്ദേഹം ഇന്നലെ ചോദിച്ചതായി കണ്ടത്, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തത്? എന്താണ് കസ്റ്റഡി എടുക്കാത്തത്? എന്തുകൊണ്ടാണ് കേസ് എടുക്കാത്തത്? രാഹുൽ ഗാന്ധി, നേരത്തെ നിങ്ങൾക്കൊരു പേരുണ്ട്. ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ലതല്ല. നിങ്ങളെ മുത്തശ്ശിയില്ലേ ഈ രാജ്യത്താകെ അടക്കി വാണിരുന്ന കാലം? അവരായിരുന്നു ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിട്ടത്. എത്ര കാലം? 1.5 വർഷം. ഇപ്പൊ ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങളെ അശോക് ചവാനെ പോലെ അയ്യോ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്നവരല്ല കേട്ടാ. പിന്നെ ചോദ്യം ചെയ്യല് നേരിടാത്തവരല്ല ഞങ്ങളൊന്നും. നിങ്ങളെ അനുയായിയായിരുന്നല്ലോ CBIക്ക് കേസ് കൊടുത്തിരുന്നത്. നിങ്ങൾ കെട്ടിച്ചമച്ചൊരു കേസിന്റെ ഭാഗമായിട്ട് വിജിലൻസ് അന്വേഷിച്ച് തള്ളിയ കേസ്, ഒരു കാര്യം ഇതിലില്ല എന്ന് പറഞ്ഞ് തള്ളിയ കേസ് രാഷ്ട്രീയമായ പകപോക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു അന്ന് CBIക്ക് കൊടുത്തത്. CBI വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ടല്ലോ. എന്തേ അവർക്ക് ബോധ്യായ കാര്യം? നേരത്തെ വിജിലൻസ് എവിടെയാണോ എത്തിയത് അവിടെ തന്നെയായിരുന്നു അവരും എത്തിയത്. അന്ന് നിങ്ങളെ പാർട്ടിയാണ് അധികാരത്തില്. ആ അധികാരത്തിലിരുന്നവരുമായിട്ട് ആരുമായിട്ടെങ്കിലും ആലോചിക്കാൻ പറ്റുമെങ്കിലും ഒന്ന് ചർച്ച ചെയ്ത് നോക്ക്, എങ്ങനെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തതെന്ന്. അന്നത്തെ വിജിലൻസ് റിപ്പോർട്ട് എന്തായിരുന്നു? അന്നത്തെ നിയമോപദേശം വിജിലൻസ് അല്ല CBIയുടെ അന്വേഷണ രീതി എന്തായിരുന്നു? അതിന്റെ മേലെയുള്ള നിയമോപദേശം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നോക്ക്. അപ്പൊ അറിയാം. ആ അന്വേഷണം എന്ന് കേട്ടപ്പോ ഞങ്ങളാരും ബോധം കെട്ടുപോയിട്ടില്ല കേട്ടോ. നിങ്ങൾ ജയിലും അന്വേഷണവും കേന്ദ്ര ഏജൻസിയും അതൊന്നും കാട്ടി ഞങ്ങളെ വരട്ടാൻ നോക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. മിതമായി ഞാനിപ്പോൾ പറയുന്നുള്ളൂ, മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നിങ്ങളുടെ കേരളത്തില് എനിക്കൊക്കെ എതിരായി നീങ്ങുന്ന, ദീർഘകാലമായി നീങ്ങുന്ന ചില പ്രത്യേക ആൾക്കാരുണ്ട്.
അവരെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തുന്നതാ, വെറുതെ നിൽക്കുന്നതല്ല. ഒരു പറ്റം, ഒരു സംഘം അങ്ങനെയുണ്ട്. ആ സംഘം ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അവരിനിയും തുടരും. അത് നിങ്ങളെ കൂട്ടത്തിലുള്ള ചിലര് ആ സംഘത്തിന്റെ സംരക്ഷകരായിട്ട് നേരത്തെയുണ്ട്. ആ സംരക്ഷകരായിരിക്കുന്നവര് ഇവിടെ വരുമ്പോ പറയുന്ന കാര്യങ്ങൾ അതേപടി ആവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് കാര്യങ്ങൾ വിവേചനപൂർവ്വം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന നിലയാണ് ഉണ്ടാക്കുക എന്നത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. നിങ്ങൾക്ക് കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നാണ് നിങ്ങളെ യാത്രക്കൊക്കെ ശേഷം നിങ്ങളെ അനുയായികൾ തന്നെ പറഞ്ഞു നടക്കുന്നത്. ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നും പഴയ അതേ രീതിയിലാണ് നിൽക്കുന്നത് എന്നും ആളുകൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുകൂടി തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളെ വിമർശിക്കുന്നതിനെ പറ്റി അതാണല്ലോ നിങ്ങൾക്കുള്ള വലിയ പരാതി. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു, മറ്റാരെയും വിമർശിക്കുന്നില്ല. BJP വിമർശിക്കുന്നില്ല, മോദിയെ വിമർശിക്കുന്നില്ല. ഇപ്പോ ഞാൻ എൻ്റെ സംസാരത്തിൽ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ആർക്കെതിരെയുള്ളതാണ്? ഇന്ത്യയിലെ BJP ഗവൺമെന്റിനെതിരെയുള്ളതാണ്. അവസാനം എത്തിയപ്പോ രാഹുൽ ഗാന്ധിയും അതിനകത്ത് വരുന്നുണ്ട്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അതിന് പറയണ്ടേ? ഇനി ഇവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും, ഞാനത് ആവർത്തിക്കുന്നില്ല. ഏത് കാര്യത്തിലാണ് വിമർശനം? പൗരത്വ നിയമ ഭേദഗതി. പൗരത്വ നിയമ ഭേദഗതി രാജ്യത്തൊരു വിഷയമല്ലേ? 2019 BJPയുടെ രണ്ടാം ഊഴം. ആ രണ്ടാം ഊഴം വന്നപ്പോ RSSന്റെ തനി അജണ്ടയാണ് നടപ്പാക്കാൻ തുടങ്ങിയത്. അജണ്ടയിൽ ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷത തകർക്കൽ. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക. ആ നിയമ ഭേദഗതിയല്ലേ കൊണ്ടുവന്നത്? അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തുയർന്നു. ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ? എന്തേ കാണാൻ ഇല്ലാതിരുന്നത്? കേരളത്തില് ഞങ്ങള് ആ നിയമ ഭേദഗതി വന്നപ്പോൾ തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു, അതിലും കോൺഗ്രസ് ഉണ്ടായി. നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന പ്രമേയം ഏകണ്ഠമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കോൺഗ്രസ് പിൻവാങ്ങാൻ കാരണം? ഞങ്ങളിനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നിവിടെ കോൺഗ്രസ് തീരുമാനിക്കാൻ എന്താ കാരണം? കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടില്ല. കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാര് ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത്? പറയണം. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറ, ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങലുണ്ടായത് എന്ന്? പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത്.
ഇപ്പോ ചട്ടം കൊണ്ടുവന്നു 4 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ RSS അജണ്ട മതനിരപേക്ഷത തകർക്കുക. അതിനു വേണ്ടിയല്ലേ അത്? എല്ലാരും പ്രതിഷേധിച്ചല്ലോ. നിങ്ങളെ ശബ്ദം ഉണ്ടായോ? കോൺഗ്രസിന്റെ ശബ്ദമാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ ശബ്ദം ഉയർന്നോ ഇതിനെതിരായിട്ട്? നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകര്, എന്താണ് ഈ ചട്ടങ്ങളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ മറുപടി പറഞ്ഞത്? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രാത്രി ആലോചിച്ച് പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിന്റെ മറുപടി. എത്ര പരിഹാസ്യമാണത്! രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ ഘട്ടത്തിൽ രാജ്യത്തൊരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ എല്ലായിടങ്ങളിലും ലോകത്തും രാജ്യത്തുമുള്ള വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നു. നിങ്ങൾ സംസാരിക്കാത്ത, ഒഴിവാക്കിയ ഏക വിഷയം പൗരത്വ നിയമ ഭേദഗതി. എന്തേ അങ്ങനെ ഒഴിവാക്കാൻ കാരണം? അതാണ് ഞാൻ ചോദിച്ച ചോദ്യം, നിങ്ങളോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയോട് ചോദിച്ച ചോദ്യം, രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ പ്രശ്നം. എന്താ നിങ്ങൾക്ക് മറുപടി? നിങ്ങള് വയനാട്ടില് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വരുമ്പോഴെങ്കിലും പറയൂന്ന് വിചാരിച്ചു. പറഞ്ഞോ? എന്താണ് നിങ്ങൾക്കതിൽ അറച്ചു നിൽപ്പ്? ഇപ്പൊ ഇതിനു ശേഷം നിങ്ങൾ പലയിടങ്ങളിൽ പോയല്ലോ, എന്താണ് പറയാൻ കഴിയാത്തത്? ഇപ്പോ എല്ലാ പാർട്ടികളും മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ കൃത്യമായി പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. നിങ്ങളുടെ പത്രികയിൽ എന്തെങ്കിലും പറഞ്ഞോ? എന്തേ നിങ്ങൾ പറയാത്തത്? അതാണല്ലോ നിങ്ങൾക്കെതിരെ ഉയർത്തിയ വിമർശനം. അതൊരു പ്രശ്നമല്ലേ? ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങളാണ് ഈ മണ്ണിൽ തലമുറകളായി ജീവിക്കുന്നവർ. ഇനി ഇവിടെ ജീവിതം തുടരാനാകുമോ എന്ന് ആശങ്കയിൽ കഴിയുന്നത്. ആ ആശങ്കയിൽ കഴിയുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം നൽകാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങളോ? നിങ്ങളവരെ കണ്ട ഭാവം നടിച്ചില്ല. അതല്ലേ വസ്തുത?